ടീച്ചർമാർക്കൊരു ധാരണ ഉണ്ട്, നമ്മൾ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകളൊന്നും പഠിക്കില്ല എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ പല എക്സാമുകളുടെ ആ ഒരു പേപ്പർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങളെ ഹാബിറ്റ്സ്, നിങ്ങളെ ശീലങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ആ ശീലങ്ങൾ മാറ്റുന്നതനുസരിച്ച് നിങ്ങളെ ഭാവി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് റംഷാദ്. ഞാൻ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂരിനടുത്ത് എടപ്പറ്റ എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്. ഒരു ഫുൾ ടൈം യൂട്യൂബറാണ്. 2016 മുതലാണ് യൂട്യൂബിൻ്റെ സാധ്യതകളെ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നത് 2016 മുതലാണ്. എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ ഏകദേശം 6 വർഷത്തോളം ദുബായിൽ, ഗൾഫിൽ ജോലി ചെയ്ത് ഒരു അക്കൗണ്ടൻ്റായി ജോലി ചെയ്തിരുന്നു. അതിനുശേഷം നാട്ടിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന സമയത്താണ് ഏകദേശം 2016 കേരള PSൻ്റെ LDC വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഏതൊരു ഉദ്യോഗാർത്ഥിയെ പോലും എനിക്കൊരു ഗവൺമെൻറ് എക്സാം എഴുതണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ യൂട്യൂബിൽ ഈ ഒരു PSനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല, അല്ലെങ്കിൽ ക്ലാസ്സുകളെക്കുറിച്ചും എനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇപ്പോൾ കേരള PSയെക്കുറിച്ചും അല്ലെങ്കിൽ കേരള PSൻ്റെ എക്സാമുകളെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഒന്നും ആ സമയത്ത് കേരള PSയുടെ ക്ലാസ്സുകളെക്കുറിച്ചോ അല്ലെങ്കിൽ കേരള PSൻ്റെ സിലബസിനെ കുറിച്ചോ ഒന്നും എനിക്ക് വ്യക്തമായിട്ട് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് എക്സാം എഴുതണമെന്ന താല്പര്യം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെയായിരുന്നു. പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു. അങ്ങനെ ഞാനൊരു കോച്ചിങ് സ്ഥാപനത്തിൽ രാവിലെ മോർണിംഗ് ബാച്ചിൽ ചേർന്ന് എനിക്ക് മാത്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മാത്സ് എന്ന് പറഞ്ഞാൽ അക്കങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പണ്ട് മുതലേ അക്കങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഡിഗ്രി പഠനകാലത്ത് തന്നെ ഞാൻ BCom പഠിക്കുമ്പോൾ അക്കൗണ്ടൻസിയിൽ എനിക്ക് എബോവ് 80%, ബാക്കി എല്ലാ വിഷയത്തിലും എനിക്ക് ബിലോ 50% ലഭിച്ചിരുന്നത്. പല എക്സാമുകളിലും അക്കൗണ്ടൻസിയുടെ എക്സാമുകളിൽ എൻ്റെ പേപ്പർ ടീച്ചർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് തരാതെ. കാരണം ഞാൻ കുറച്ച് ഹൈറ്റുള്ളത് കാരണം ടീച്ചർ എപ്പോഴും എന്നെ ബാക്കിലിരുത്താറ്. ഞാനൊരു 8ാം ക്ലാസ് മുതൽ തന്നെ എല്ലാ പിന്നെ 9, 10 അതുപോലെ +2 ഡിഗ്രി എല്ലാ ക്ലാസ്സിലും ഞാൻ ബാക്ക് ബെഞ്ചിലായി. കാരണം എൻ്റെ ഹൈറ്റ് കാരണം മുമ്പിലിരുത്തി കഴിഞ്ഞാൽ എന്നെ ബോർഡിലേക്ക് കാണില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ബാക്കിലിരുത്താറ്. അതുകൊണ്ട് തന്നെ ടീച്ചർ കരുതിയത് ഞാൻ ഈ അക്കൗണ്ടൻസിയിൽ മാത്രം മാർക്ക് സ്കോർ ചെയ്യുന്നത് ഞാൻ വേറെ ഏതെങ്കിലും രീതിയിലാണ്. അല്ലെങ്കിൽ പൊതുവേ ടീച്ചർമാർക്കൊരു ധാരണ ഉണ്ട്, നമ്മൾ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകളൊന്നും പഠിക്കില്ല എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ പല എക്സാമുകളുടെ ആ ഒരു പേപ്പർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവേ ഞാൻ പിന്നീടുള്ള എക്സാമുകളിലൊക്കെ ടീച്ചറുടെ ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുത്തു. ഞാൻ ഏകദേശം എല്ലാ എക്സാമുകളിലും അതേ രീതിയിൽ 80% മാർക്ക് സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മാത്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കോച്ചിങ് സെൻറ്ററിൽ പോയപ്പോൾ അവിടെ മാത്സ് എന്ന് പറയുന്ന വിഷയം ഇക്വേഷൻ ബേസ് ആയിരുന്നു. എനിക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എൻ്റെ രീതിയിലുള്ള ക്ലാസ്സുകളാണ് പൊതുവേ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ മീൻസ് ഞാൻ എൻ്റെ രീതിയിലാണ് ഈ ഒരു മാത്സ് ചെയ്യാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രീതിയിൽ അവിടെ ടീച്ചർ അവിടെ ബോർഡുമ്പോൾ എഴുതുമ്പോൾ ഈ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ മാത്സ് ഞാൻ എൻ്റെ രീതിയിൽ എഴുതി എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർക്ക് നല്ല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. എൻ്റെ മാത്സിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഞാൻ പറയുന്ന രീതിയാണ് അവർക്ക് മനസ്സിലാകുന്നവരെന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ഈ ഒരു മാത്സ് വിഷയം ഒരുപാട് ആളുകൾക്ക് ബേസിക് പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്കും അത് കൊടുത്തുകൂടാ എന്ന് കഴിഞ്ഞാൽ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി. അപ്പോൾ എൻ്റെ യൂട്യൂബ് അതുവരെ 2016 വരെ ഞാൻ സോഷ്യൽ മീഡിയ എന്ന് ഉപയോഗിച്ചതിൻ്റെ ടൈം പാസിന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഞാനത് ഡെയിലി അതെൻ്റെ ഒരു പാഷനാക്കി മാറ്റി. എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ പാഷനാക്കി മാറ്റി. എനിക്ക് വളരെ പ്രധാനപ്പെട്ട് എപ്പോഴും എനിക്കൊരു മോട്ടിവേഷനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. ഷുവർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങളെ ഹാബിറ്റ്സ്, നിങ്ങളെ ശീലങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ആ ശീലങ്ങൾ മാറ്റുന്നതനുസരിച്ച് നിങ്ങളെ ഭാവി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. 2016 വരെ ഞാൻ എൻ്റെ കാൻഡി ക്രഷും അതുപോലെ ആംഗ്രി ബേർഡ്സും കളിച്ചിരുന്ന ഞാൻ എൻ്റെ ശീലം ജസ്റ്റ് ഒന്ന് മാറ്റി ഡൈവേർട്ട് ചെയ്ത് എൻ്റെ PSC ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക എന്നൊരു എയിമിലേക്ക് മാറ്റി. ഇപ്പോൾ എനിക്ക് എൻ്റെ 2 ചാനലുണ്ട്. 2 ചാനലായിട്ട് 2 ലക്ഷത്തി അധികം സബ്സ്ക്രൈബേഴ്സും, അതുപോലെ തന്നെ ഏകദേശം 21,000-ലധികം ആളുകൾക്ക് വാട്സപ്പിലൂടെ ക്ലാസ്സുകൾ നൽകുന്നു.
ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു PSC അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് പല ആളുകളും, വീട്ടമ്മമാർ, അതുപോലെ ഗൾഫിലുള്ള ആളുകൾക്കൊന്നും ലഭിക്കുന്നില്ല എന്നപ്പോൾ ഒരു ആപ്ലിക്കേഷനും അതിന് ഞാൻ ലോഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റും മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പല കഴിവുകളായിരിക്കും. അപ്പോൾ നിങ്ങളെ കഴിവുകൾ, യൂട്യൂബ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം നിങ്ങളെ കഴിവുകളെ ഒരു ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ നോക്കുക. അല്ലാതെ ഒരിക്കലും യൂട്യൂബ് ഒരു ATM മെഷീനായി ഒരിക്കലും കാണരുത്. കുറേ വീഡിയോസ് നമ്മൾ കൊണ്ടുപോയിട്ടു, പക്ഷേ അതിൽ നിന്ന് പൈസ എടുക്കുക എന്നുള്ളൊരു രീതിയിൽ ഒരിക്കലും യൂട്യൂബിനെ കാണാതിരിക്കുക. യൂട്യൂബ് നമ്മുടെ ഒരു ബ്രാൻഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതാണെങ്കിലും, ഏത് വായനയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ പ്രസൻറ്റ് ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലൂടെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങളുടെ പാഷൻ എന്താണോ, ആ ഒരു വർക്കിനെ നിങ്ങൾ പാഷനാക്കി എടുത്താൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സക്സസ് ചെയ്യാം. അതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. യൂട്യൂബിൽ വരണമെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കോണ്ടൻറ്റ് ഈസ് ദ കിങ് ആണ്. നിങ്ങൾക്ക് പാഷൻ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എന്താണ്, ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കണ്ടെത്തിയാൽ പിന്നെ കഷ്ടപ്പെടേണ്ടതില്ല എന്നാണ്. വീഡിയോസിൽ നിങ്ങൾ ഒരിക്കലും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഇഷ്ടമാണ്. അത് നമുക്ക് വീഡിയോസ് ഒരുപാട് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ വരുന്ന കൺസിസ്റ്റൻസി. നിങ്ങൾ ഒരു വീഡിയോ ഇന്നിട്ടു, നാളെ ഒരു 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇട്ടു, പിന്നെ ഒരു മാസം കഴിഞ്ഞിടുന്നു. ആ ഒരു രീതി ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബ് ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു വിജയം ലഭിക്കുന്നതാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കണം, എനിക്ക് 2 യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിലെല്ലാം ഞാൻ ഡെയിലി കണ്ടൻറ്റ്, യുണീക്കായിട്ടുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റ് ബോഡ്കാസ്റ്റ് ഒരു 80 ഗ്രൂപ്പ് 286 ആളുകൾ ബോഡ്കാസ്റ്റ് ലിസ്റ്റും മാനേജ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു 100 സ്റ്റുഡൻസ് ഡെയിലി ആഡ് ചെയ്യാനും അതിൽ വരുന്നുണ്ട്. ഞാൻ ഡെയിലി എല്ലാ കാര്യങ്ങളും ഡെയിലി ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാത്തിലും കണ്ടൻറ്റും അതുപോലെ എഡിറ്റിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്, വേറെ ആരും എന്നെ സഹായിക്കാനില്ല. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട വർക്കാണെങ്കിൽ നമുക്കത് സമയം ഇനിയും ധാരാളം കിട്ടും. അപ്പോൾ നമ്മളൊരു വർക്കിനെ നമ്മൾ പാഷനായിട്ട് കാണുക, അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് കണ്ടാൽ തീർച്ചയായും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വർക്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമ്മുടെ ബ്രെയിനോട് ചോദിക്കുക. ബ്രെയിനോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. പലരും നമ്മൾ വേറെ ആളുകളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പക്ഷേ നമ്മുടെ ബ്രെയിനോട് നമ്മൾ ആരും ചോദിക്കാറില്ല. നമ്മുടെ അടുത്തൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. ആ കാൽക്കുലേറ്ററിൽ നമ്മളോട് കമാൻഡ് കൊടുത്താൽ സ്പീഡിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് തരും. ഞാനിപ്പോൾ ഒരു 4+5 ചോദിച്ചാൽ അത് 9 എന്ന് ഉത്തരം തന്നു. പക്ഷേ നമ്മൾ ആ ഒരു കാൽക്കുലേറ്ററിന് നമ്മൾ ചോദിക്കുകയാണ് 4+5 = 9 എന്ന് പറഞ്ഞാൽ ആ കാൽക്കുലേറ്ററിന് ഒരു പണിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും. നമുക്ക് കഴിയില്ല നമ്മുടെ ബ്രെയിനോട് കമാൻഡ് കൊടുത്താൽ നമുക്കതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ബ്രെയിനോട് കൊടുത്തത്. അതുകൊണ്ട് ബ്രെയിനൊന്നും പറയല്ല. ബ്രെയിനോട് നമ്മൾ ചോദിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും, അതിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾക്കൊരു 4-5 റിസൾട്ട് അതിൻ്റെ തരും. ഇവിടെ വിജയിച്ച ആളുകൾക്കൊക്കെ ബ്രെയിനോട് അവർ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ബ്രെയിനോട് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യും, ഇനി എങ്ങനെ അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ വർക്ക് എങ്ങനെ സക്സസ് ആക്കാം, എൻ്റെ ബിസിനസ് എങ്ങനെ സക്സസ് ആക്കാം. ആ ഒരു രീതിയിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആ ഒരു വാക്കാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ബ്രെയിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചും കൊണ്ടേയിരിക്കുക. ഇതുവരെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. Tell us what you think about this video and don't forget to like, share and subscribe.